ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടീച്ചറമ്മ സീരിയലിലെ നാളത്തെ നല്ല നല്ല അടിപൊളി ഒറിജിനൽ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ടീച്ചറിനെയും അതുപോലെ തന്നെ വീണേനെയൊക്കെ കൂട്ടിക്കൊണ്ട് കനിയാണെങ്കിൽ ജോണിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ജോണിനോടും അമ്മയടുത്തും പറയുന്നുണ്ട്, ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ജോണേട്ടനോട് ഒരു പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടുണ്ടായിരുന്നു. ജോണേട്ടൻ അത് നൈസായിട്ട് തള്ളിക്കളഞ്ഞു. അതിനുശേഷമാണ് എനിക്ക് മനസ്സിലായത് വീണേനെയാണ് ജോണേട്ടന് ഇഷ്ടമെന്ന്. പക്ഷെ വീണക്കാണെങ്കിലോ സന്തോഷേട്ടനാണ് ഇഷ്ടം. എന്നാൽ സന്തോഷമായിട്ടുള്ള ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ജോണിനെ സ്വീകരിക്കുമെന്ന് ചോദിച്ചാൽ അവൾ അതിന് മറുപടി പറയുന്നില്ല. അവള് വീണ്ടും സന്തോഷേട്ടന്റെ കൂടെ പോകുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും എനിക്ക് ഇതിന്റെ പ്രണയം തുറന്നു പറയാൻ ആരെയും നോക്കേണ്ട കാര്യമില്ല, മടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ജോണേട്ടന് എന്നെ വിവാഹം കഴിച്ചൂടെ എന്ന് കനി ചോദിക്കാണ്. അത് കേട്ട് വീണക്ക് ദേഷ്യം വരുവാ കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും സരസ്വതി നമ്മുടെ ടീച്ചർ പറയുന്നുണ്ട്, അത് നല്ലൊരു ആലോചനയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയാണ്. മേരിക്കുട്ടിയും പറയുന്നുണ്ട്, നമുക്ക് ആലോചിക്കാം എന്ന് പറയാണ്. വീണക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് വയ്യ കേട്ടോ. ഇത് നമ്മുടെ കനിയുടെയും അതുപോലെ തന്നെ മാഷിന്റെയും ഒരു ഐഡിയ മാത്രമാണ് കേട്ടോ. തിരിച്ച് അവർ പോയതിനു ശേഷം ജോൺ ആണെങ്കിൽ ടീച്ചർ നമ്മുടെ മേരിക്കുട്ടിയുടെ പറയുന്നുണ്ട്, അമ്മ എന്തിനാ അമ്മേ ആലോചിക്കാം എന്നൊരു പ്രതീക്ഷ അവർക്ക് കൊടുത്തത്? എടാ, അത് ഞാൻ കൊടുത്തതല്ല, അവൾ അങ്ങനത്തെ ഒരു ആലോചന വെച്ചപ്പോഴേക്കും നമ്മുടെ സരസ്വതി ടീച്ചറും പറഞ്ഞല്ലോ അത് തരക്കേടില്ലാത്തൊരു കാര്യമാണെന്ന്. അപ്പൊ അത്രേ ഞാനും വിചാരിച്ചുള്ളൂ. അല്ലെങ്കിലും കനീനെ എനിക്കിഷ്ടമാണ് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോ ജോണിനെ എന്ത് പറയണോന്ന് അറിയില്ല. രാത്രി ആകുമ്പോഴേക്കും വീണക്ക് ദേഷ്യം വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പാട്ടോ. ഇതൊക്കെ നമ്മുടെ കനി കാണുന്നുണ്ട്. അങ്ങനെ വരട്ടെ. അപ്പൊ അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നാലും പറയാൻ വയ്യ, ജോണേട്ടനെ ഇഷ്ടമാണ്, ജോണേട്ടനെ വിവാഹം കഴിക്കുള്ളൂ പറയാൻ അവൾക്ക് ഇപ്പോഴും വയ്യ. അവളുടെ വായിന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നാടകം കളിച്ചത്. സത്യം പറഞ്ഞ ഇന്ന് ജോണേട്ടനെ ആലോചിച്ചപ്പോ എന്റെ മനസ്സ് ഒന്ന് നടുങ്ങി. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ സ്നേഹിക്കുന്നത് ജോണേട്ടനെ ആണല്ലോ. അങ്ങനത്തെ ഒരു ജോണേട്ടനെ വീണക്ക് വേണ്ടി ആലോചിച്ചപ്പോ എന്തോ മനസ്സിലാവല്ലാത്ത ഭാരം പോലെ. പക്ഷെ അങ്ങനെ വിചാരിക്കാൻ പാടില്ല ഞാൻ ഒരിക്കലും. വീണയും ജോണും തന്നെയാണ് ചേരേണ്ടത്. ജോൺ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്നേഹിച്ചത് വീണിനെ തന്നെയാണ്. അത് ഇന്നലെ തുടങ്ങിയ പ്രണയമല്ലോ, മുമ്പ് തൊട്ടേ തുടങ്ങിയ പ്രണയല്ലേ, ചെറുപ്പം മുതലേ. അതുകൊണ്ട് അവര് തന്നെ ഒന്നിക്കട്ടെ എന്ന് കനി മനസ്സിൽ വിചാരിച്ചിട്ട് വീണയുടെ അടുത്തേക്ക് പോവാണ്. ഹലോ, എന്താ ഉറക്കമൊന്നും ഇല്ലേ? സന്തോഷേട്ടനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? വീണ പറയണ്ട്, എനിക്കെന്താ വേറൊന്നും ആലോചിക്കാനില്ലെന്നാണോ നിന്റെ വിചാരം? അല്ല, ഈ സമയത്ത് സാധാരണ ഇങ്ങനെ നിലാവും നോക്കിയിട്ട് ആലോചിച്ചിരിക്കുമ്പോ ഒന്നില്ലെങ്കിൽ ഭർത്താവിന് അല്ലെങ്കിൽ കാമുകന്, അവരാരെങ്കിലും ആയിരിക്കുമല്ലോ. അതെന്താ കാമുകനും ഭർത്താവുള്ളവരൊന്നും വേറൊന്നും ആലോചിച്ചൂടെ? ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഞാൻ വന്നപ്പോ തൊട്ട് നിനക്ക് വല്ലാത്തൊരു ദേഷ്യമാണല്ലോ എന്നോട്. ഞാൻ നിന്നോട് എന്താ പെൺകൊച്ച ചെയ്തത്? അയ്യോ, എനിക്കൊരു ദേഷ്യവും ഇല്ലേ. എന്നാലും നീ പെട്ടെന്ന് അങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല ജോണേട്ടനോട്. അത് പെട്ടെന്ന് പറഞ്ഞൊന്നുമല്ല, കുറച്ച് നാളായി ഞാൻ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പിന്നെ ഒരു സാഹചര്യം കിട്ടിയപ്പോഴേക്കും വന്നേ ഉള്ളൂ. സത്യം പറഞ്ഞ ജോണേട്ടന്റെ വിവാഹം ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലീവ് എടുത്ത് ഇവിടേക്ക് വന്നത്. നിന്റെ അഭിപ്രായം എന്താ? അല്ല, നീ ഇപ്പൊ വീണ്ടും സന്തോഷേട്ടനെ സ്വീകരിക്കണ റെഡി ആയിട്ടുള്ള മൈൻഡ് ആണല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ ജോണിന് എടുത്തോട്ടെ. നിന്റെ അഭിപ്രായം എന്താ എന്ന് ചോദിക്കുമ്പോ വീണക്ക് ദേഷ്യം വരുവാട്ടോ. എന്താണ് നിന്റെ മുഖത്തൊരു ദേഷ്യം പോലെ? നിനക്ക് എന്തിനും പ്രത്യേക പരിഭവം ഉണ്ടോ? അല്ല, ഞാൻ ജോണേട്ടനെ സ്നേഹിക്കുകയാണ്, ഞാൻ ജോണേട്ടനെ കല്യാണം കഴിക്കാൻ പോവാണ്. അവരുടെ അടുത്തേക്ക് പ്രൊപ്പോസൽ ആയിട്ട് പോയപ്പോഴേക്കും തുടങ്ങിയത് നിന്റെ ദേഷ്യം. എടി, എന്തിനുണ്ടെങ്കിൽ വായ തുറന്ന് പറയാം, അല്ലാതെ മനസ്സിൽ വെച്ചോണ്ടിരുന്ന ഒന്നും നടക്കില്ല. എന്താ നിനക്ക് എന്തിനു പറയാനുണ്ടോ? അത് പിന്നെ എനിക്കൊന്നും പറയാനില്ല. ജോണേട്ടന് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നീ ജോണേട്ടനെ വിവാഹം കഴിച്ചോ. എടി നുണച്ചിപ്പാറു, എടി കുശുംബി, എനിക്ക് നന്നായിട്ട് അറിയാം ജോണേട്ടന് ഈ ജീവിതത്തിൽ നിന്നെ മാത്രമേ സ്നേഹിക്കാൻ സാധിക്കുള്ളൂ. നിനക്കും അങ്ങനെ തന്നെയാണ്. ജോണേട്ടൻ എന്ന് വെച്ചാൽ ജീവനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിനിടയ്ക്ക് എപ്പോഴോ സന്തോഷേട്ടൻ നിന്റെ ജീവിതത്തിലേക്ക് വന്നു. അതേ അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും തേഞ്ഞു മാഞ്ഞു പോകും. പിന്നീട് നീ ഒന്നിക്കേണ്ടത് ജോണേട്ടനായിട്ട് തന്നെയാണ്. പിന്നെ നീ എന്തിനാ കനി അവിടെ പോയിട്ട് ആലോചിച്ചത്? അതോ നിങ്ങൾ രണ്ടുപേരും ഒരു മുൻകൈ എടുക്കുന്നില്ല, പഴയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഒലഞ്ഞ് നിൽക്കാണ്. അപ്പോ കാര്യങ്ങൾ സ്പീഡപ്പ് ആവണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സത്യമാണോ? നീ എന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണോ വന്നത്? പിന്നെ അല്ലാതെ നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചത്? എടി, നീ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ വിചാരം നിന്നെ കുറിച്ചും ടീച്ചറിനെ ഇളയമേനെ കുറിച്ചും ജോണേട്ടനെ കുറിച്ചും ഇവരെ കുറിച്ചൊക്കെ തന്നെയാണ്. കാരണം എനിക്ക് ആലോചിക്കാൻ ബാല്യത്തിൽ നല്ല കാര്യങ്ങളൊന്നുമില്ല, ഇപ്പോഴും ഇല്ല. പിന്നെ നിങ്ങളുടെയൊക്കെ നല്ലത് വരണം, അത് മാത്രമേ ഞാൻ ആലോചിക്കുന്നുള്ളൂ. നീയും ജോണേട്ടനുമാണ് ഒന്നിക്കേണ്ടത്. നിങ്ങൾ തമ്മിലുള്ള ഒന്നിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലായിട്ട് ഞാൻ ഒരു പണി വെച്ചതല്ലേ. എടി, നിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് വീണ കെട്ടിപ്പിടിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ കടി കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. എന്താടി വിഷമാവുന്നുണ്ടോ? എന്നാലും നീ എനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്ത് ഞാൻ വിചാരിച്ചില്ല.
ഞാൻ അങ്ങനെ ചെയ്യോടി, കാരണം നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കണം, എൻ്റെ ആഗ്രഹം അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയണം. അങ്ങനെ കനിയുടെ ആ പ്ലാൻ നാളെ സക്സസ് ആവാട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.